അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി മാങ്ങയ്ക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കിട്ടിയ ഓർഡർ ചെയ്തൊക്കെ കേട്ടോ. അപ്പം ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അമ്മച്ചി അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് സെറ്റാക്കി തന്നു. ഞാനിരുന്ന് അഡ്രസ്സ് എഴുതി മൊത്തം പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കാനുള്ള പരിപാടിയാണ്. ഇത്ര ഓർഡർ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. ഇഞ്ചി മാങ്ങയുടെ കസ്തൂരി മഞ്ഞളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അമ്മയുടെ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഇട്ടേക്കാം. നമ്മൾ കഴിയുന്നത് അന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയറായിട്ട് അയച്ചു തരും. ഈ കേരളത്തിലും അതുപോലെ തന്നെ പുറത്തേക്കും നമ്മൾ അയക്കേണ്ടത്. ഇന്നലെ സെക്കന്ദരാബാദൊക്കെ അയക്കാനുണ്ടെന്ന്. സെക്കന്ദരാബാദ് മധുരയൊക്കെ നമ്മൾ അയച്ചു. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല പുറത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പൊ ഇന്ന് ഇത് കൊണ്ടുപോയി ഇപ്പൊ അയച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഞാൻ ഓർഡർ കൂടുതലായിരുന്നു. 1-2 പേരുടെ പെൻഡിങ് വെച്ചു കേട്ടോ. ഇന്നലെ അയച്ചു അവരുടെ. ഇന്നിപ്പോ രാവിലെ വന്ന് ഓർഡർ ചെയ്ത്. ഇനി കുറച്ച് സ്ലറിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അത് DTDCയിൽ ഞാനൊന്ന് കൊണ്ടുപോയി ചോദിച്ചു നോക്കുന്നത്. ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ കുപ്പിവെള്ളത്തിന്റെ കുപ്പിയിൽ തൽക്കാലം നോക്കി അത് ലീക്കില്ലാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജൈവ സ്ലറി ഇത് DTDC കൊണ്ട് ഇതിന്റെ കൊറിയർ ചാർജ് എത്രയാണെന്ന് ചോദിക്കണം. ഇങ്ങനെ അയക്കാവോ എന്ന് ചോദിച്ചിട്ട് വരാൻ ഓർത്ത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു 5-6 പേർക്ക് അയക്കാനുണ്ട്. ഇത് സ്ലറി അയക്കാനുണ്ട്. അപ്പൊ സ്ലറി വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അമ്മച്ചിയുടെ ജൈവ സ്ലറി ഇല്ലേ? ജൈവ സ്ലറി വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടുണ്ടാക്കണേ. ഇന്നത്തെ കാലത്ത് നമ്മൾ രാസവളം ഉപയോഗിക്കാതെ ഇത് തന്നെ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കൊണ്ടുപോയി ഞാൻ അയച്ചിട്ട് വരാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. എത്ര ഉള്ളൂ. ശരി, തലേന്നൊന്നും ചിലപ്പോൾ കാണില്ല. സാറിന് ഇച്ചിരിയൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. ആയിക്കോട്ടെ. തലേമാലും ഒക്കെ. അപ്പൊ ശരി, ഓക്കെ, ബൈ ബൈ. ക്യാമറയ്ക്ക് അനുസരിച്ച് ഞാൻ മോന്ത അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മച്ചിയോട്ട് വട്ടം കറയിക്കൊണ്ടിരിക്കുക ഫോണ്. അപ്പൊ ശരി കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇതാട്ടോ നമ്മുടെ ഇഞ്ചി മാങ്ങ എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടോ, ചമ്മന്തി അരിക്കാനൊക്കെ അടിപൊളി സാധനമാണ്. ഒറിജിനൽ സാധനം. ഇത് കണ്ടോ, നല്ല മണമുണ്ട്. ചമ്മന്തി അരിച്ച് ചോറിന് അടിപൊളി സാധനം കേട്ടോ. ഇതാണ് നമ്മൾ പാഴ്സൽ ചെയ്യണേ, എന്ന് വെച്ചാൽ കൊറിയറായിട്ട് ചെയ്യണേ ആവശ്യക്കാരനുസരിച്ച്. ഇതാണ് കസ്തൂരി മഞ്ഞൾ. ഇത് ഒറിജിനലാണെന്ന് അറിയണത് ഇങ്ങനെയാണ്. ഒടിച്ച് നോക്കുമ്പോൾ വെളുത്തിരിക്കും. നല്ല കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പാക്ക് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ രണ്ട് സെയിം പോലെ ഇരിക്കും, പക്ഷെ രണ്ടും രണ്ടാണ്. ഇത് ഇഞ്ചി മാങ്ങയും ഇത് കസ്തൂരി മഞ്ഞളുമാണ്. അപ്പൊ അത് നിങ്ങളെ കാണിച്ചില്ലല്ലോ. നിനക്ക് തന്നെ മാറിപ്പോണു. അതെനിക്ക് മാറിപ്പോയില്ല. ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് പേപ്പറിൽ എഴുതി ഇടുക ഇത് കസ്തൂരി മഞ്ഞൾ. ആൾക്കാർക്ക് പാഴ്സൽ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും. അപ്പം അല്ലെ പയ്യൻ ഞുള്ളി നോക്കണം അത് എന്താണെന്ന് അതിന്റെ മണം അറിയാൻ. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളാണ്. അപ്പോൾ കൊണ്ടേ അയച്ചിട്ട് വരാം.